ഹായ് ഗൈസ്, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന വെറൈറ്റി ഒരു ഐറ്റമാണ്. ഐറ്റത്തിൻ്റെ പേര് ബലൂൺ ചോക്ലേറ്റ്. അപ്പോൾ നമ്മൾ അതിനാവശ്യമായിട്ടുള്ള ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രെഡ് റൗണ്ടിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. നമ്മൾ നോക്കിയപ്പോൾ ഒന്നും കിട്ടിയില്ല. അങ്ങനെ നമുക്ക് കിട്ടിയ ഒരു ഐറ്റമാണ് ചുറ്റുപാത്രത്തിൻ്റെ അടപ്പ്. ആ അടപ്പ് വെച്ച് നമ്മൾ റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തു. അങ്ങനെ നമുക്ക് ആവശ്യത്തിന് വേണ്ടുന്ന എല്ലാ ബ്രെഡും നമ്മൾ കട്ട് ചെയ്തെടുത്തു. കട്ട് ചെയ്ത ശേഷം നമുക്ക് പിന്നീട് വേണ്ടതെന്ന് പറഞ്ഞാൽ ചോക്ലേറ്റാണ്. ചോക്ലേറ്റിന് വേണ്ടി നമ്മൾ എടുത്തത് ഒരു ഡെയറി മിൽക്കാണ്. അങ്ങനെ നമ്മൾ ഡെയറി മിൽക്ക് എടുത്തു. അത് നമുക്കിനി അതും കട്ട് ചെയ്തെടുക്കണം. ഡെയറി മിൽക്കിൻ്റെ പാക്കിംഗ് ഒക്കെ കണ്ടില്ലേ, നല്ല ഗോൾഡൻ കളറിൽ നല്ല ഭംഗിയല്ലേ. അങ്ങനെ നമ്മൾ ചോക്ലേറ്റ് എടുത്തു. ഇനി നമുക്കത് നല്ല 4 പീസ് വേണം. നമുക്ക് 4 പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഗൈസ്, നമ്മളങ്ങനെ 4 പീസായിട്ട് കട്ട് ചെയ്തെടുക്കുന്നു. 2 പീസായി, ഇത് 4 പീസാക്കുന്നു. അങ്ങനെ നമ്മൾ 4 പീസ് കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്രെഡിൻ്റെ മുകളിലേക്ക് ചോക്ലേറ്റിനെ ഒന്ന് വെക്കാം. ഒരു ചോക്ലേറ്റിൻ്റെ പീസ് വെക്കണം. അതിൻ്റെ മുകളിലേക്ക് ഒരു ബ്രെഡ് കൂടെ വെക്കണം. എന്നിട്ട് ഇങ്ങനെ വെച്ചാൽ പോരാ, ആ ഗ്യാപ്പ് കണ്ടല്ലോ, ആ ഗ്യാപ്പ് നമുക്ക് അടയ്ക്കണം. അടയ്ക്കാനുള്ള വഴി എന്ന് പറഞ്ഞാൽ കുറച്ച് വെള്ളം എടുക്കുക, അതിലോട്ട് വെച്ച് ഇങ്ങനെ തൊട്ട് അമർത്തി വെച്ചാൽ മതി എന്നാണ് നമ്മൾ കരുതിയിരുന്നത്. പക്ഷേ പാളിപ്പോയി. അങ്ങനെ അമർത്തി വെച്ചാൽ ഒട്ടത്തില്ല. അങ്ങനെ വീണ്ടും നമ്മളത് ഒന്നുകൂടെ എടുത്ത് ഒരു ചോക്ലേറ്റ് വെച്ച് അതിൻ്റെ മണ്ടയ്ക്ക് ഒരു ബണ്ണ് വെച്ചിട്ട് ആ വെക്കുന്നതിന് മുന്നേ ആ ബണ്ണെടുത്ത് വെള്ളത്തിലങ്ങ് മുക്കി സൈഡ് മാത്രം മുക്കിയെടുക്കുക. അങ്ങനെ മുക്കിയെടുത്ത ശേഷം ഇനി അവനിലോട്ട് നല്ലപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവൻ കയറി ഒട്ടി. കണ്ട ഗൈസ്, അപ്പോഴാണ് അവൻ ഒട്ടാൻ തുടങ്ങിയത്. അങ്ങനെ എല്ലാം നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ആവശ്യത്തിനുള്ള ഒരു 3 എണ്ണേ നമ്മൾ എടുത്തിട്ടുള്ളൂ. അത് നമ്മൾ ഒട്ടിച്ചെടുത്തു. അങ്ങനെ ഒരു പാനൊക്കെ വെച്ച് ഇനി ആ പാനിലേക്ക് നമ്മൾ ഒഴിക്കുന്നത് നെയ്യാണ്. നമ്മൾ നെയ്യിലാണ് ഇവനെ ചുട്ടെടുക്കുന്നത്. ഗൈസ്, അങ്ങനെ നമ്മൾ നെയ്യ് ഒഴിക്കുന്നു. നെയ്യൊന്ന് ചൂടാവണം. നല്ലതായിട്ടൊന്ന് ചൂടായി വന്നപ്പോൾ നമ്മൾ ഒരു ബലൂണിനെ ഇട്ട് കൊടുത്തു. ഓക്കെ, അപ്പം ഒത്തിരി കരിച്ച് കളയരുത്. ഒരു ബ്രൗൺ നിറമൊക്കെ ആകുമ്പോൾ തന്നെ എടുത്തേക്കണം. നമ്മൾ തിരിച്ചും മറിച്ചൊക്കെ ഇടണം. സൈഡ് നല്ലപോലെ വേവിക്കണം, നല്ലപോലെ മുരിഞ്ഞ് വരണം. എന്നാലേ അത് ചോക്ലേറ്റൊക്കെ നല്ല മെൽറ്റായിട്ട് അടിപൊളിയായിട്ട് വരത്തുള്ളൂ. നല്ല ബ്രൗൺ ആയത് കണ്ടില്ലേ, നമ്മൾ തിരിച്ചിടുമ്പോഴത്തേക്കും നല്ല ബ്രൗൺ നിറത്തിൽ വരും. അങ്ങനെ നമ്മുടെ ആശാൻ നല്ല ബ്രൗൺ നിറത്തിൽ വന്ന് ഇരിപ്പുണ്ട്. നമ്മളതിൻ്റെ സൈഡൊക്കെ നല്ലപോലെ ഒന്ന് ചൂടാക്കുകയാണ്. സൈഡൊക്കെ നല്ലപോലെ ചൂടാക്കി അങ്ങനെ എടുക്കണം. അങ്ങനെ ഉണ്ടാവാൻ നമ്മുടെ ചൂടായിരിക്കുന്നു. നമ്മളവനെ പാത്രത്തിലേക്ക് മാറ്റി നമുക്ക് അടുത്ത ആളെ ചൂടാക്കാം. അങ്ങനെ നമ്മൾ അവയാളും ഒരു സൈഡ് നല്ല ബ്രൗണൊക്കെ ആയി വന്നപ്പോൾ നമ്മൾ അതിനെ തിരിച്ചിടുകയാണ്. തിരിച്ചിട്ട ശേഷം അയാളെയും തിരിച്ചും മറിച്ചും സൈഡൊക്കെ ചൂടാക്കിയെടുത്ത് നമ്മൾ പ്ലേറ്റിലേക്ക് തട്ടി. അങ്ങനെ നമ്മൾ നമ്മുടെ 3 പേരെയും പ്ലേറ്റിലാക്കി. ഗൈസ്, ഇതാണ് ലാസ്റ്റ് ലുക്ക്. കണ്ടോ ഗൈസ്? ഇനി നമുക്കിതിനകം എങ്ങനെ ഉണ്ടെന്ന് കാണണ്ടേ? അതാണ് പൊളി സംഭവം. കഴിച്ച് നോക്കണം കേട്ടോ, ടേസ്റ്റാണ്. അങ്ങനെ നമ്മളിപ്പോൾ ഒന്ന് ആകം പൊളിച്ച് നോക്കാൻ പോവുകയാണ് ഗൈസ്. ഇതാ നമ്മൾ ആകം പൊളിച്ച് നോക്കുന്നു. കണ്ട ഗൈസ്, നല്ല അടിപൊളിയായിട്ടല്ലേ ചോക്ലേറ്റൊക്കെ അയക്കുന്നത്? കണ്ട ഗൈസ്, പൊളി. ഒന്ന് കഴിച്ച് നോക്കണം ഗൈസ്, സൂപ്പറാണ്, ഒരു രക്ഷയില്ല. നമ്മൾ വീഡിയോയ്ക്ക് വേണ്ടി മാത്രമേ 3 ഉണ്ടാക്കി കേട്ടോ. നമ്മളത് കഴിഞ്ഞ് കുറച്ചുകൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റുള്ള സംഭവമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യണം. നമ്മളെ സ്നേഹിക്കണം, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ബൈ ബൈ, ടാറ്റാ.